ഞാൻ നിങ്ങളുടെ ബീന കൃഷ്ണനാണ്. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയുടെ ലാസ്റ്റ് യൂണിറ്റ് കേട്ടോ. അതായത് നമ്മുടെ ആനുവൽ എക്സാമിന് വേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട പാഠമാണ് ഉടമസ്ഥത എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ ഏതൊരു ചാപ്റ്റർ പഠിക്കുമ്പോഴും അതാരാണ് എഴുതിയത് എന്ന് നല്ലതുപോലെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. പിന്നെ കഥയാണോ കവിതയാണോ എന്നൊക്കെ അറിഞ്ഞു വെച്ചേക്കണം കേട്ടോ. നമ്മൾ അടിസ്ഥാന പാഠാവലി എന്ന് വെച്ചാൽ മലയാളം സെക്കൻഡാണ്. അതിൻ്റെ നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് ആട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനുവൽ എക്സാമിൻ്റെ ഒരു പാഠം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണ് ഉടമസ്ഥത എന്ന് പറയുന്നത്. ഈ കവിത എഴുതിയതൊരു കവിതയാണ്. ഈ കവിത എഴുതിയത് ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് കേട്ടോ. ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ്. ഓക്കെ ആണോ? ഒരു മാർക്കിനൊക്കെ അതൊക്കെ ചോദിക്കാം. ഉടമസ്ഥത എന്ന കവിത എഴുതിയത് ആരാണ്? ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് കേട്ടോ. ഇത് നല്ല ഒരു കുഞ്ഞു കവിതയാണ്. നിങ്ങളുടെ ടെസ്റ്റിനകത്തിലെ ഒരു ചെറിയ കവിതയാണ്. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള വിവിധ ആശയങ്ങൾ പങ്കുവെക്കുന്ന ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ഒരു കവിതയാണിത്. എന്ന് വെച്ചാൽ അദ്ദേഹം എഴുതിയ ഒരു കവിതയാണ് കേട്ടല്ലോ. അപ്പുവിന് ഇതിനകത്തിലെ ഒരു കഥാപാത്രമാണ് അപ്പു. നമ്മുടെ ഉടമസ്ഥത എന്ന് പറയുന്ന ഈ കവിതയ്ക്കകത്തിലെ ഒരു കഥാപാത്രമാണ് അപ്പു. ഈ അപ്പുവിന് അച്ഛൻ സമ്മാനമായിട്ട് ഒരു പേന നൽകി. എങ്കിലും അതിന്മേൽ പൂർണ്ണമായ അവകാശത്തോടെ പെരുമാറാനുള്ള അവസരം അപ്പുവിന് ലഭിക്കുന്നില്ല. ശരിയല്ലേ? നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം തന്നു, ഇപ്പം അമ്മയായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ, എന്തെങ്കിലും നമുക്കൊന്ന് തന്നിട്ട് അത് നമുക്കൊന്ന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് നീ എടുത്തു കഴിഞ്ഞാൽ അതിപ്പോൾ തല്ലിപ്പൊട്ടിക്കും അല്ലേ? അത് നീ അവിടെ കൊണ്ടുവെക്കുക, നിൻ്റെ കൈ തന്നെന്ന് വിചാരിച്ചാൽ അത് നീ അങ്ങനെ എടുത്തുകൊണ്ട് നടക്കണ്ട ഇല്ലേ? നമ്മുടെ കൈ തരികയും ചെയ്യും, പക്ഷെ നമുക്കതൊന്നും എടുത്ത് ഉപയോഗിക്കാൻ സമ്മതിക്കത്തില്ല അല്ലേ? അങ്ങനെ മിക്ക സാധനങ്ങളും അങ്ങനെ ഇല്ലയോ? നമ്മൾ നല്ല കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ച് നമുക്ക് തരും, എന്നിട്ട് അതെടുത്തൊന്ന് കളിക്കാൻ അതിപ്പോൾ തന്നെ തല്ലി പൊട്ടിച്ച് കളയും. കൊണ്ടുവെക്കണം അവിടെ അല്ലേ? കൊണ്ടുവെക്കണി അവിടെ, അതിപ്പോൾ തന്നെ അത് നശിപ്പിച്ച് കളയും. ഇതായിരിക്കും അല്ലേ? ഈ ഒരു റിംഗ് ടോൺ ആയിരിക്കും പിന്നെ അവരുടെ വായിൽ നിന്നും കേൾക്കുന്നത് അല്ലേ കുഞ്ഞുങ്ങളെ? അതുപോലെ തന്നെയാണ് നമ്മുടെ അപ്പുവിന് അച്ഛൻ സമ്മാനമായിട്ടൊരു പേന നൽകി അല്ലേ? അതിന്മേൽ അവൻ എടുത്തതൊന്നും എഴുതാനോ ഒന്നും എന്തെങ്കിലും പറയുമ്പോൾ എന്താ, അതിന്മേൽ പൂർണ്ണമായ അവകാശത്തോടെ പെരുമാറാനുള്ള അവസരം അപ്പുവിന് ലഭിക്കുന്നില്ല എന്നതാണ് ഫസ്റ്റ് കണ്ടോ ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നത്. സംഭവം മനസ്സിലാക്കുക കേട്ടോ. ഞാൻ ഒരിക്കലും നിങ്ങൾ ഇതുപോലെ തന്നെ പഠിച്ചെഴുതാൻ പറയത്തില്ല. നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എഴുതുക എന്നുള്ളതാണ് കേട്ടോ കുഞ്ഞുങ്ങളെ. ഇപ്പം ഞാനിങ്ങനെ എഴുതി അതുകൊണ്ട് ഇനി ഇങ്ങനെ തന്നെ എഴുതാവൂ എന്നൊന്നുമില്ല. നിങ്ങളിത് വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തെറ്റുകൂടാതെ കേട്ടോ, തെറ്റുകൂടാതെ എഴുതുക എന്നുള്ളതാണ്. ഓക്കെ ആണോ നിങ്ങൾ? അത്രയും അതായത് നമ്മൾ പഠിക്കുന്നത് ഉടമസ്ഥത എന്ന് മലയാളം സെക്കൻഡാണേ, അടിസ്ഥാന പാഠാവലിയാണ്. ഇത് എഴുതിയത് ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ്. ഇതൊരു കവിതയാണ്. നമ്മുടെ ഇതിനകത്തിലെ കഥാപാത്രം അപ്പുവാണ്. അപ്പുവിന് അച്ഛനൊരു പേന കൊടുക്കുന്നതും അതിന്മേൽ പക്ഷെ അവന് ഒരു അവകാശവും എടുക്കാൻ പറ്റുന്നില്ല. അതാണ് ഈ പാഠത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ടെസ്റ്റ് ഉണ്ടേ നിങ്ങളുടെ കയ്യിൽ കേട്ടോ. ഇത് സംഭവം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, അച്ഛൻ്റെ സമ്മാനമാം നോക്കണേ, അച്ഛൻ്റെ സമ്മാനമാം പെന്നുമായി കേട്ടോ. പെന്നാണ്, പെൻ മീൻസ് പേന അല്ലേ? പെന്നുമായി നിൽക്കും നേരത്ത് അപ്പുവിനോട് ഏട്ടനും അമ്മയും ഏട്ടത്തിയും പറഞ്ഞത് എന്തെല്ലാമായിരുന്നു എന്നൊരു ചോദ്യമാണ് ഒന്നാമത്തെ. നിങ്ങൾ ആ ടെസ്റ്റ് വായിച്ചിട്ട് കവിത മനസ്സിലാക്കണം കേട്ടോ. അച്ഛൻ്റെ സമ്മാനം, അച്ഛനൊരു സമ്മാനം കൊടുത്തെന്ന് പറഞ്ഞില്ലേ? എന്താ കൊടുത്തത്? പേന അല്ലേ? പെന്ന്. ഇവിടെ ഇംഗ്ലീഷിലാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് ഇല്ലേ? പെന്നുമായി നിൽക്കും നേരത്ത് ഈ അപ്പുവിനോട് ഏട്ടനും അമ്മയും ഏട്ടത്തിയും പറഞ്ഞത് എന്തായിരുന്നു എന്നായിരുന്നു നമ്മളെ ഒന്നാമത്തെ ചോദ്യം. എന്താ? ഈ പേന കളഞ്ഞാൽ തല്ലുകൊള്ളുമെന്ന് ഏട്ടൻ പറഞ്ഞു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്നാ? ഈ പേന കളഞ്ഞാൽ തല്ലുകൊള്ളുമെന്ന് ഏട്ടൻ അവിടെ നിന്ന് പറഞ്ഞു. അപ്പുവിൻ്റെ ഏട്ടനാ അല്ലേ? അപ്പം നാളത്തേക്ക് ഇത് 4 കഷ്ണങ്ങളാക്കുമെന്ന് അമ്മ പറഞ്ഞു. നോക്കണേ, ഓരോരുത്തരുടെ അഭിപ്രായം അല്ലേ? നമ്മുടെ അപ്പുവിനെ കുറിച്ചുള്ള അഭിപ്രായമാണ്. ഈ പേന കളഞ്ഞാൽ തല്ലുകൊള്ളുമെന്ന് ഏട്ടൻ പറഞ്ഞു. നാളത്തേക്ക് ഇത് 4 കഷ്ണങ്ങളാകുമെന്ന് അമ്മ പറഞ്ഞു. അപ്പം എൻ്റെ പേന മേലിൽ തൊട്ടു പോകരുതെന്ന് ഏട്ടത്തിയും പറഞ്ഞു. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു അല്ലേ? അച്ഛനൊരു പേന കൊണ്ട് കൊടുത്തതാ. അപ്പോൾ ഓരോരുത്തരുടെ കമൻറ്റ് നോക്കിക്കേ. ഈ പേന കളഞ്ഞാൽ തല്ലുകൊള്ളുമെന്ന് ഏട്ടൻ പറഞ്ഞു. എടാ, നിനക്ക് ഈ അച്ഛൻ മേടിച്ചു തന്ന പേന കൊണ്ട് കളഞ്ഞാലേ നീ മേലെ അരയ്ക്കുവേ എന്ന് പറയത്തില്ലേ ഇല്ലേ? ഈ പേന കളഞ്ഞാൽ തല്ലുകൊള്ളുമെന്ന് ഏട്ടൻ അവിടെ എന്ന് പറഞ്ഞു. അപ്പം അമ്മ അവിടെ നിന്ന് പറയും, അയ്യോ അവൻ്റെ കൈ കൊടുത്താൽ മതി അല്ലേ? നാളത്തേക്ക് അത് 4 ഇപ്പം തന്നെ അത് 4 പീസാക്കിയിട്ട് അവൻ കൊണ്ടുവരും അല്ലേ? അപ്പം എന്താ ഏട്ടത്തി അവിടെ നിന്ന് പറയുന്നുണ്ടോ, ഇനി എൻ്റെ പേനയിലെങ്ങാണം തൊട്ടാല
പറഞ്ഞേക്കാം അല്ലേ. അപ്പം അതെങ്ങനെ എഴുതുന്നേ? ഈ പേന കളഞ്ഞാൽ തല്ലുകൊള്ളുമെന്ന് ഏട്ടൻ പറഞ്ഞു. നാളത്തേക്ക് ഇത് 4 കഷ്ണങ്ങളാകുമെന്ന് അമ്മ പറഞ്ഞപ്പോൾ എൻ്റെ പേന ഇനി മേലിൽ തൊട്ടു പോകരുതെന്ന് ഏട്ടത്തെയും പറഞ്ഞു. സംഭവം പിടികിട്ടിയോ? ആ 3 പേരും പറഞ്ഞ എന്താണെന്നൊന്ന് എഴുതി വെച്ചാൽ മതി കേട്ടോ. അച്ഛൻ്റെ സമ്മാനമാം പെന്നുമായി നിൽക്കുന്ന നേരത്ത് അപ്പുവിനോട് ഏട്ടനും അമ്മയും ഏട്ടത്തെയും പറഞ്ഞത് എന്തെല്ലാമായിരുന്നു എന്നാണ്. ഓക്കെ ആണോ ഇനി? ഓക്കെ, അടുത്ത രണ്ടാമത്തെ ചോദ്യം. ബാലസൂര്യൻ അപ്പോൾ എന്താണ് ചെയ്തിരുന്നത്? ബാലസൂര്യൻ എന്ന് വെച്ചാൽ ഉദിച്ചു വരുന്ന ഒരു സമയമുണ്ടല്ലോ ഞങ്ങൾ രാവിലെ, അതാ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ചെയ്തിരുന്നത്? ഈ ബാലസൂര്യൻ രാത്രിയാകുന്ന നീലക്കൽ പലകയെന്നാണ് കേട്ടോ. ആ ഒരു വാക്ക് നിങ്ങൾ പഠിക്കാനൊരു ചെറിയ ബുദ്ധിമുട്ട് പോലെ അല്ലേ. ബാലസൂര്യൻ രാത്രിയാകുന്ന നീലക്കൽ പലകയെ മാറ്റി തൻ്റെ ചായ പെൻസിൽ വായിൽ തിരികെ ഇരിക്കുകയാണ്. ഇവിടെ ബാലസൂര്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുപ്പിനെ നമ്മൾ ഉപയോഗിക്കുന്ന സൂര്യനെ കമ്പയർ ചെയ്താണ് നമ്മുടെ അപ്പൂനെ ഇവിടെ പറയുന്നത്. ബാലസൂര്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രാവിലെ ഉദിക്കുന്ന സൂര്യനില്ലയോ, അതുമായിട്ട് നമ്മുടെ ആരെയാണ് ഇവിടെ നമ്മുടെ അപ്പൂവിനെ താരതമ്യം ചെയ്താൽ പറയുന്നത്. ബാലസൂര്യൻ രാത്രിയാകുന്ന നീല കൽപ്പലകയെ മാറ്റിയിട്ട്, രാത്രി അങ്ങോട്ട് മാറ്റിയിട്ട് തൻ്റെ ചായ പെൻസില് വായിൽ തിരികെ ഇരിക്കുകയാണ്. ബാലസൂര്യൻ എന്താണ് ചെയ്തതെന്നാട്ടോ. ഓക്കെ ആണോ? ഇനി മൂന്നാമത്തെ, ഉമ്മറക്കോലായിലെ അഭിനന്ദന സദസ്സിലേക്ക് എത്തിയത് ആരായിരുന്നു? ഉമ്മറക്കോലായിൽ എന്ന് വെച്ചാൽ നമ്മൾ ഈ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശമില്ലേ അല്ലേ, ഇപ്പം എന്ന് വെച്ചാൽ സിറ്റ് ഔട്ട് എന്ന് പറയുന്നത് നമ്മൾ ആ വാതിക്ക് എല്ലാവരും ഇരിക്കില്ലേ ഉമ്മറക്കോലായിൽ. അതെ, അതിൽ പ്രഭാത സൂര്യനാണ് അച്ഛനും അമ്മയും കുട്ടികളും ഇരിക്കുന്ന ആ ഉമ്മറക്കോലായിലേക്ക് എത്തിയത്. ആരൊക്കെയാണ് നിങ്ങളെ? ഉമ്മറക്കോലായിലെ അഭിനന്ദന സദസ്സിലേക്ക് എത്തിയത് ആരായിരുന്നു? ആരാ രാവിലെ വരുന്നത്? ആരാ? പാലുകാരനാണോ? പത്രക്കാരനാണോ? ഇവിടെ അവരാരുമല്ല കേട്ടോ, പ്രഭാത സൂര്യനാണ് കേട്ടോ. ആരാ? പ്രഭാത സൂര്യനാണ് അച്ഛനും അമ്മയും കുട്ടികളും ഇരിക്കുന്ന ആ ഉമ്മറക്കോലായിലേക്ക് എത്തിയത്. 3 ക്വസ്റ്റ്യനും ഓക്കെ ആണോ? നാലാമത്തത്, അപ്പുവിന് അച്ഛൻ്റെ സമ്മാനം ഏറെ ആകർഷകമായി തോന്നി എന്ന് സൂചിപ്പിക്കുന്ന വരികൾ ഏതൊക്കെയാണ്? നമ്മുടെ ആ കവിതയ്ക്കകത്തിൽ അപ്പുവിന് അച്ഛൻ്റെ സമ്മാനം ഭയങ്കര ഇഷ്ടമായി അല്ലേ, നല്ല സമ്മാനം എന്ന് പറയാൻ ഏറെ ആകർഷകമായി. അത് തോന്നി എന്ന് സൂചിപ്പിക്കുന്ന വരികൾ. അപ്പുവിന് അച്ഛൻ്റെ സമ്മാനം ഏറെ ആകർഷകമായി എന്ന് തോന്നി എന്ന് സൂചിപ്പിക്കുന്ന വരികൾ ഏതെല്ലാമാണ്? നോക്കിക്കേ. ചുണ്ടിൽ പൂ വിരിയലോടവന സമ്മാനത്തെ കണ്ടു തണ്ടയ്യ, നീലച്ചേമ്പിൻ്റെ ഇളം കൂമ്പോ, വിരിയാൻ വെമ്പുന്ന ചെമ്പകമൊട്ടോ, മുന അറിവിൻ വറ്റാത്തതാ മുറവാണതിനുള്ളിൽ. ഓരോ വാക്കും എടുത്തു പറഞ്ഞ ചുണ്ടിൽ പൂവിരിയലോടവനാ സമ്മാനത്തെ കണ്ടു, തണ്ടയ്യ, ആ പേനയുടെ തുമ്പുണ്ടല്ലോ, നീലച്ചേമ്പിൻ്റെ ഇളം കൂമ്പോ. മനസ്സിലായോ? അതിൻ്റെ നമ്മൾ തുറക്കുമ്പോൾ എഴുതുന്ന സ്ഥലമുണ്ടല്ലോ, വിരിയാൻ വെമ്പുന്ന ചെമ്പകമൊട്ടോ, അതിൻ്റെ മുന അല്ലേ, മുട്ടോ മുന, അറിവിൻ വറ്റാത്തതാ മുറവാണ് അതിനുള്ളിൽ, അറിവിൻ്റെ വറ്റാത്തതാ മുറവാണ് ഉള്ളിൽ കേട്ടോ. ആ 4 വരി ഒന്ന് പഠിച്ചു വെച്ചേക്കണേ കേട്ടോ. ചുണ്ടിൽ പൂവിരി എന്ന് വെച്ചാൽ അത് കിട്ടിയപ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം. ചുണ്ടിൽ പൂവിരിയലോടവനാ സമ്മാനത്തെ കണ്ടു തണ്ടയ്യ, നീലച്ചേമ്പുണ്ടല്ലോ, ചേമ്പിൻ്റെ ഇളം കൂമ്പോ, വിരിയാൻ വെമ്പിടുന്ന ചെമ്പകമൊട്ടോ, അതിൻ്റെ മുനയാട്ടോ, ചെമ്പകമൊട്ടോ മുന, അറിവിൻ വറ്റാത്തതാ മുറവാണ് അതിനുള്ളിൽ. ആ 4 വരി ഒന്ന് പഠിച്ചു വെച്ചേക്കണമെങ്കിൽ കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം, 5-മത്തത്. അച്ഛൻ നൽകിയ സമ്മാനം അപ്പു അങ്ങ് ഉപേക്ഷിക്കാൻ കാരണമേ? വലിയ കാര്യത്തെ അച്ഛൻ കൊണ്ട് കൊടുത്തതാ, പക്ഷെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഓരോരുത്തരെ ഈ കമൻറ്റ് കേട്ട് ഇവൻ പുല്ല് ഇത് എടുത്ത് കളഞ്ഞാൽ മതി എന്തായല്ലേ, ഇത് അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കാര്യം ശരിയാ.
പക്ഷേ ഇത് കൊണ്ടുവന്നപ്പോൾ തട്ട ഓരോരുത്തരുടെയും കമൻറ്റ് കേൾക്കുമ്പോൾ അയ്യോ എനിക്കിത് വേണ്ട ഇന്നാ നിങ്ങൾ അങ്ങ് വെച്ചു അല്ലേ. അച്ഛൻ നൽകിയ ആ സമ്മാനം അപ്പോൾ ഉപേക്ഷിക്കാൻ കാരണം എന്താകും? അമ്മയും ചേട്ടനും ചേട്ടത്തിയും ഒക്കെ ആ പേനയെക്കുറിച്ച് താക്കീതുകൾ നൽകിയപ്പോൾ അവൻ അസ്വസ്ഥനായി. ഇതെന്തോ ഒരാൾ എടുക്കരുത് അല്ലേ. ആദ്യത്തെ ആളെന്താ പറഞ്ഞത്? എന്തൊക്കെ ഈ പേന കളഞ്ഞാൽ തല്ലുകൊള്ളുമെന്ന് ഏട്ടൻ പറഞ്ഞായിരുന്നു. നാളത്തേക്ക് ഇത് 4-5 കഷ്ണമാവുമെന്ന് അമ്മ പറഞ്ഞു. ഈ പേന എൻ്റെ പേന ഇനി മേലാൽ തൊട്ടു പോകരുതെന്ന് ഏട്ടത്തി പറഞ്ഞു അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ കേട്ടപ്പോൾ അമ്മയും ചേട്ടനും ചേട്ടത്തിയും ഒക്കെ ഈ പേനയെക്കുറിച്ച് താക്കീതുകൾ നൽകിയപ്പോൾ അവൻ അസ്വസ്ഥനായി. അല്ലെങ്കിൽ എന്താ പരിഭ്രമമായി അല്ലെ അസ്വസ്ഥനായി എന്ന് വരെ പഠിച്ചാലും മതി കേട്ടോ. അതുകൊണ്ട് അവൻ ആ സമ്മാനം അങ്ങ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അമ്മയും ചേട്ടനും ചേട്ടത്തിയും ഒക്കെ ആ പേനയെക്കുറിച്ച് താക്കീതുകൾ നൽകിയപ്പോൾ അവൻ അസ്വസ്ഥനായി. അതുകൊണ്ട് അവൻ ആ സമ്മാനം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അത്ര എഴുതിയാലും മതി. അടുത്ത സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അച്ഛൻ പറഞ്ഞ അഭിപ്രായം എന്താണ്? അത് നമുക്ക് പല രീതിയിലും എഴുതാം കുഞ്ഞുങ്ങളെ കേട്ടോ. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അച്ഛൻ പറഞ്ഞ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം ചേർന്ന് എൻ്റെ സമ്മാനം ഒരു വാടക ചരക്കാക്കി അല്ലേ. കാരണം അച്ഛൻ പറയുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അച്ഛൻ പറഞ്ഞ അഭിപ്രായമാണ് കേട്ടോ. നിങ്ങളെല്ലാം ചേർന്ന് എൻ്റെ സമ്മാനം ഒരു വാടക ചരക്കാക്കി എന്ന് അച്ഛൻ പറയുകയാണ്. ഒരുവന് കിട്ടിയ സമ്മാനത്തിൻ്റെ അവകാശം പൂർണ്ണമായും അവന് തന്നെയാണ്. അത് അവന് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാൻ കഴിയണം എന്നും അച്ഛൻ അവിടെ നിന്ന് പറയുന്നുണ്ട്. നമുക്കൊരാളൊരു സമ്മാനം കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ, ചിലപ്പോൾ നമുക്കിപ്പോൾ ഓണത്തിന് നമുക്ക് മറ്റാരെങ്കിലും ഒരു ഡ്രസ്സ് കൊണ്ടുവന്ന് തന്നു വെച്ച കുഞ്ഞുങ്ങളെ അല്ലേ, ആ ഷർട്ടിൻ്റെ കളർ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കളറായിരിക്കും. അവരറിയുന്നില്ല, നമ്മളും അറിയുന്നില്ല നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് അല്ലേ. അല്ല അവരറിയുന്നില്ല നമ്മൾക്ക് ഏത് കളറാണ് ഇഷ്ടമെന്നൊന്നും അറിയത്തില്ല. ചിലപ്പോൾ നമുക്കത് കൊണ്ടുതരും, നമുക്കത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ആ കൊണ്ടുതരുന്ന ആളുടെ മുന്നിൽ വെച്ച് ഒരിക്കലും നമുക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയരുത് ഇനിയായാലും കേട്ടോ. കാരണം എന്താ, നമുക്കത് വലിയ കാര്യത്തെ ആരായാലും അത് കൊണ്ടുതരുമ്പോൾ നമ്മളത് സന്തോഷത്തോടെ സ്വീകരിക്കണം. എന്നാലും നിങ്ങൾക്കത് തോന്നിയല്ലോ അല്ലേ, എനിക്കത് വാങ്ങിച്ചു തരാൻ നിങ്ങൾക്ക് തോന്നിയല്ലോ, അത് തന്നെ സന്തോഷം, എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ മനസ്സിൽ അത് ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം, പക്ഷേ അത്രയൊന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ അവർക്കും എന്താണ്, അത് കണ്ടോ അതിൻ്റെ സന്തോഷം കണ്ടോ, ഞാനത് കൊണ്ടു കൊടുത്തപ്പോൾ അതിൻ്റെ സന്തോഷം കണ്ടോ അല്ലേ. അങ്ങനെ വേണം ചിന്തിക്കാൻ. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും തരുമ്പം അവരുടെ മുന്നിൽ വെച്ച് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത് കൊണ്ടോ എനിക്ക് അല്ലേ. ചിലരങ്ങനെ ഉണ്ട്, അങ്ങനെ സ്വഭാവം ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും അത്ര നല്ലതല്ലോ നിങ്ങളെ. നമുക്കൊരു പേനയാണെങ്കിലും ഒരാൾ സന്തോഷത്തോടെ ഇത് നീ വെച്ചു എന്ന് പറയുമ്പോൾ നിനക്കത് തോന്നിയല്ലോ, നമ്മൾ തിരിച്ച് അങ്ങനെ ഒന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ ആൾക്കത് വളരെ സന്തോഷമല്ലോ, നിനക്കത് തരാൻ തോന്നിയല്ലോ, നീ എന്നെ ഒന്ന് ഓർത്തല്ലോ, അങ്ങനെ പറയണം കേട്ടോ. മനസ്സിലായോ? അപ്പം ആ അച്ഛൻ പറയുന്നത് അങ്ങനെയാണ്. ഞാൻ ഈ ഒരു പേന കൊടുത്തത് നിങ്ങൾക്കതൊരു വാടക ചരക്കാക്കി എന്ന് അച്ഛൻ അവിടെ നിന്ന് പറയാം അല്ലേ. ആർക്കാണോ നമ്മളൊരു സമ്മാനം കൊടുക്കുന്നത് ആ ആളത് കളയുകയോ പൊടിച്ച് കളയുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു എന്നത് പിന്നെ നമ്മൾ തിരക്കേണ്ട കാര്യമില്ല. ആൾക്കത് കൊടുത്തു കഴിഞ്ഞു അല്ലേ. പിന്നീട് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ആളത് നശിപ്പിച്ച് കളയുവോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, നമുക്ക് കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുക. മനസ്സിലായോ? ഒരുവന് കിട്ടിയ സമ്മാനത്തിൻ്റെ അവകാശം പൂർണ്ണമായും അത് അവന് തന്നെയാണ്. അത് അവന് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാൻ കഴിയണം എന്നും അച്ഛൻ പറയുന്നു. നിങ്ങളുടേതായ രീതിയിൽ അങ്ങ് എഴുതിയാൽ മതി. ഞാനിപ്പോൾ പറഞ്ഞ കേട്ടോ, ആ രീതിയിലൊക്കെ അങ്ങ് എഴുതിയാൽ മതി. ഇങ്ങനെ തന്നെ എഴുതണമെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. മനസ്സിലായോ? ഇനി അടുത്ത കുട്ടി, അതത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ, ക്വസ്റ്റ്യൻ ആൻസർ അത്രയേ ഉള്ളൂ. അടുത്ത അതിൻ്റെ ടെസ്റ്റിനകത്തില്ലേ കുട്ടി സൂര്യനും കുഞ്ഞുവേൽ നാളവും അപ്പവും എന്ന് പറയുന്ന ഒരു ഹെഡിങ് ഉണ്ട് അല്ലേ. ഇവിടെ ബാലാഹസ്കരൻ, ആ പേര് നോക്കിയ ബാലാഹസ്കരൻ മായിച്ചു നീലക്കൽ പലക തൻ ചായ പെൻസിലും വായിൽ തിരികെയിരിക്കുന്നു. ഇങ്ങനൊരു ടെസ്റ്റിലൊരു വരി കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൻ്റെ ഒരു ആശയം എഴുതാനാണ്. അപ്പോൾ നമ്മൾ ഈ കഥയ്ക്കകത്തിൽ എന്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ അതൊക്കെ അങ്ങ് എഴുതണം, ആശയം എഴുതാനല്ലേ കേട്ടോ. എങ്ങനെയായിരിക്കും അതിൻ്റെ ഫസ്റ്റ് നോക്കിക്കേ. ബാലനായ സൂര്യൻ നീലക്കൽ പലക മാറ്റി തൻ്റെ വായിൽ ചായ പെൻസിലും തിരികെയാണ് ഇരിക്കുന്നത്. തനിക്ക് സമ്മാനമായി അച്ഛൻ തന്ന പേനയുടെ മനോഹാരിതയെ കവി ഇവിടെ വർണ്ണിച്ചിട്ടുണ്ട്. പേനയുടെ തണ്ട് എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കവിതയ്ക്കകത്തിൽ? പേനയുടെ തണ്ട് നീലച്ചേമ്പിൻ്റെ ഇളം കൂമ്പിനോടും, അച്ഛൻ ആ കൊടുത്ത പേന എങ്ങനെയാ നോക്കിയ അതിനെക്കുറിച്ച് കവി വർണ്ണിച്ചിരിക്കുന്നത്. പേനയുടെ തണ്ട് നീലച്ചേമ്പിൻ്റെ ഇളം കൂമ്പിനോടും നിങ്ങളെ പേനയുടെ തണ്ട് നീലച്ചേമ്പിൻ്റെ ഇളം കൂമ്പിനോടും വിരയാൻ വെമ്പി നിൽക്കുന്ന നമ്മുടെ ഈ ചെമ്പകമൊട്ടുണ്ടല്ലോ അതിങ്ങനെ വിരിയാൻ നിൽക്കുന്ന ചെമ്പകമൊട്ടിനോടുമാണ് ഉപമിച്ചിരിക്കുന്നത്.
അത് ചിലപ്പോൾ ചോദിക്കും പരീക്ഷയ്ക്ക് കേട്ടോ. പേനയുടെ തണ്ട് നീലച്ചേമ്പിൻ്റെ ഇളം കൂമ്പിനോടും മുനേ വിരിയാൻ വെമ്പി നിൽക്കുന്ന ചെമ്പകമൊട്ടിനോടുമാണ് ഉപമിച്ചിരിക്കുന്നത്. നമ്മൾ ആ പാഠത്തിനകത്തിൽ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അത് വെച്ചങ്ങ് താങ്ങുക കേട്ടോ. അതാണ് ആശയം വിശദമാക്കാൻ. നിങ്ങളിപ്പോൾ അത്ര 6ാം ക്ലാസ്സിലല്ലേ, അത്രയൊക്കെ മനസ്സിലാക്കിയാൽ മതി. ഇനി അങ്ങോട്ട് പോകുന്നതോറും നമുക്ക് ഒരു ആശയം വിശദമാക്കുമ്പോൾ എന്തെല്ലാം എഴുതണം, എങ്ങനെല്ലാം എഴുതണം ഒക്കെ നമുക്ക് പിന്നീട് വിശദമായിട്ട് പിന്നെ പഠിക്കാം. ഇപ്പം നിങ്ങൾക്ക് എന്തൊക്കെ അറിയാമോ അതൊക്കെ എഴുതണം കുഞ്ഞുങ്ങളെ കേട്ടോ. അല്ലാതെ അയ്യോ അതാണോ ഇതാണോ മറ്റേതാണോ കേട്ടോ അങ്ങനെ വിചാരിച്ച് എഴുതാതിരിക്കരുത് കേട്ടോ. എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കണം, നമുക്കറിയാവുന്ന കാര്യങ്ങൾ എഴുതി വെക്കണം കേട്ടോ. അപ്പം നോക്കിക്കേ, അച്ഛൻ സമ്മാനമായി അപ്പുവിന് ഒരു പേന വാങ്ങി നൽകി. പേന കളഞ്ഞാൽ തല്ല് വാങ്ങുമെന്ന് ഏട്ടൻ പറഞ്ഞു. യാതൊരു സംശയം വേണ്ട, അടുത്ത ദിവസം തന്നെ അപ്പു അത് 4 കഷ്ണങ്ങളാക്കുമെന്ന് അമ്മ പറഞ്ഞു. അപ്പു പലപ്പോഴും ഏട്ടത്തിയുടെ പേന എടുക്കാറുണ്ടായിരുന്നു. ഇനി എൻ്റെ പേന തൊട്ടുപോകരുതെന്ന് അവൾ അപ്പുവിനോട് പറയുന്നതായിട്ടുമുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാ, അതൊക്കെ ഇതിനകത്തുള്ള എഴുതിക്കോണം കേട്ടോ. ഉമ്മറക്കോലായിലെ അഭിനന്ദന സദസ്സ് പ്രകാശപൂർണമാക്കാനായിട്ട് നമ്മുടെ ബാലസൂര്യൻ പ്രത്യക്ഷപ്പെട്ടുവെന്ന് കവി പറയുമ്പോൾ ആ പ്രഭാത സൂര്യൻ്റെ പ്രകാശവും അപ്പുവിൻ്റെ സാന്നിധ്യവും ഒരുപോലെ ചേതോഹരിതമായി എന്ന് കവി ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ചുരുക്കി ലാസ്റ്റിൽ ഞാനങ്ങ് പറഞ്ഞാൽ, കാരണം നിങ്ങൾ 6ാം ക്ലാസ്സിലാവും കുഞ്ഞുങ്ങളെ. ഞാൻ വാരി വലിച്ച് എനിക്ക് വേണ്ടി ഇതിനെ കുറച്ചുകൂടെ ഒക്കെ ആക്കി തരാമെന്ന്. പക്ഷെ അതൊക്കെ നിങ്ങൾ പഠിച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടം പോലെ നോട്ട് തരാൻ എന്നെ കൊണ്ട് പറ്റും. പക്ഷേ അത് പഠിക്കേണ്ട നിങ്ങളല്ലേ, നിങ്ങൾ വേണ്ട ഇത് പഠിക്കാൻ. അതുകൊണ്ട് എൻ്റെ നോട്ടിൽ നിങ്ങളെല്ലാം നോക്കിയാൽ മതി. ഏത് നോട്ട് എടുത്താലും എത്രത്തോളം ചുരുക്കി എഴുതാവോ അത്രത്തോളം ചുരുക്കിയാണ് ഞാൻ എഴുതിയേക്കുന്നത്. സയൻസ് ആയാലും സോഷ്യൽ ആയാലും മാത്സ് ആയാലും കേട്ടോ. ഹിന്ദി ഇട്ടിട്ടുണ്ടായി കുഞ്ഞുങ്ങളെ, ഉൾട്ടാ പുൾട്ട എന്നുള്ള നിങ്ങളുടെ ഹിന്ദിയുടെ നോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ഓരോരുത്തരെയും കമൻറ്റ് കാണുന്നുണ്ട്, അറിയാം എനിക്ക് ഹിന്ദി ഒട്ടും മനസ്സിലാവുന്നില്ല, ഹിന്ദി അക്ഷരം മാത്രമേ അറിയത്തുള്ളൂ, അതുകൊണ്ട് എന്നെ എങ്ങനെയെങ്കിലും ഹിന്ദി ഇത് പഠിപ്പിക്കണേന്നൊക്കെ ഞാൻ കമൻറ്റ് കാണുന്നുണ്ട് നിങ്ങളെ. ഞാൻ ഓരോ ദിവസവും നിങ്ങളുടെ ഓരോ ക്ലാസ്സും ഇടുന്നുണ്ട്. നിങ്ങളത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുന്നവർക്ക് അത് കാണാൻ പറ്റും. അപ്പം ഇതിപ്പം നമ്മൾ മലയാളം സെക്കൻഡാണ്. നിങ്ങൾക്ക് ഏതൊക്കെ പാഠങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതിൻ്റെ അനുസരിച്ച് ഞാൻ നോട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഏത് വിഷയം ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഏത് ചാപ്റ്ററാണ് വേണ്ടുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് പറയുക, ഞാൻ ഇടാം കേട്ടോ. അപ്പം നമ്മളിപ്പോൾ പഠിച്ചത് ഏത് പാഠമാണ്? ഉടമസ്ഥത എന്ന് പറയുന്ന പാഠമാണ്. അതിൻ്റെ വളരെ കുറച്ച് നോട്ട് മാത്രമേ, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇഷ്ടംപോലെ നോട്ട് തരാം. പക്ഷേ നിങ്ങൾ വേണ്ടേ കുഞ്ഞുങ്ങളെ, നിങ്ങൾ എന്താ 11 വയസ്സുള്ള നിങ്ങളൊക്കെ എന്തോ ഇതിനു വേണ്ടി കിടന്ന് പഠിക്കാനല്ലേ. അപ്പം സംഭവം മനസ്സിലാക്കുക, അറിയാവുന്ന കാര്യങ്ങൾ എഴുതുക. നമ്മൾ അടിസ്ഥാന പാഠാവലി എന്ന് വെച്ചാൽ മലയാളം സെക്കൻഡാണ്. അതിൻ്റെ വളരെ കുറച്ച് നോട്ടുകളാണെന്ന് ഞാനിപ്പോൾ തന്നത്. നിങ്ങളത് വൃത്തിയായിട്ട് പഠിച്ച് എഴുതുക കേട്ടോ. ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഏത് ചാപ്റ്ററാണോ നിങ്ങൾക്ക് വേണ്ടുന്നത് നിങ്ങളത് കമൻറ്റ് പറയണം കേട്ടോ കുഞ്ഞുങ്ങളെ. ഓക്കെ, നല്ലതുപോലെ പഠിക്കണേ. എല്ലാവർക്കും വിജയാശംസകൾ കേട്ടോ. താങ്ക് യു കുഞ്ഞുങ്ങളെ.